ഒരു കർഷകൻ കൂടി മരിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തുവരികയാണ്. ബട്ടിൻഡ സ്വദേശി ദർശൻ സിംഗ് ആണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കർഷകർ നടത്തുന്ന പശ്ചാത്തലം, അതിനിടയിൽ ഈ മരണത്തെ കർഷക സംഘടനകൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നിതിൻ. റിജിത്ത്, ഖനൌരിയിൽ സമരം ചെയ്തിടെയാണ് ദർശൻ സിംഗ് കുഴഞ്ഞു വീഴുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം. നേരെ തൊട്ടടുത്തുള്ള പത്രാനിലെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പിന്നീട് പട്യാലയിലെ രാജേന്ദ്ര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. കർഷക സമരം ആരംഭിച്ച ഫെബ്രുവരി 13-നാണ് ബട്ടിൻഡയിലെ അമർഗഡിൽ നിന്ന് ദർശൻ സിംഗ് ഖനൌരിയിലേക്ക് എത്തിയത്. അതിനുശേഷം അവിടെ സമരം ചെയ്യുകയായിരുന്നു. ഈ കർഷക സമരത്തിനിടെ, രണ്ടാം കർഷക സമരത്തിനിടെ ഈ മരിക്കുന്ന 5ാമത്തെ കർഷകനാണ് ദർശൻ സിംഗ്. നേരത്തെ ഇത്തരത്തിൽ 4 കർഷകർ ഹൃദയാഘാതം മൂലവും അതോടൊപ്പം തന്നെ കുഴഞ്ഞു വീണും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കർഷകൻ പോലീസ് വെടിവയ്പ്പിനിടെ കൊല്ലപ്പെട്ടു. അത്തരത്തിൽ 5 കർഷകർക്ക് ഇതുവരെ ജീവൻ നഷ്ടമായി. BKU ശക്തമായ രീതിയിൽ തന്നെ അപലപിച്ചിട്ടുണ്ട്. കാരണം സർക്കാർ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തി കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ കർഷകർ ഇങ്ങനെ തെരുവിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിലടക്കം കടുത്ത പ്രതിഷേധമാണ് കർഷക സംഘടനകൾ അറിയിക്കുന്നത്. ഈ കർഷകന് 8 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് കർഷക സംഘടനകൾ അറിയിക്കുന്നത്. കേവലം 8 ഏക്കർ കൃഷിയിടം മാത്രമേ കർഷകനുള്ളൂ. 8 ലക്ഷം രൂപയുടെ കടവും ഈ കർഷകനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും എത്രയും പെട്ടെന്ന് സർക്കാർ സഹായമടക്കം ഈ കർഷകന് ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കർഷക സംഘടന ഉന്നയിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഹൃദയാഘാതം സംഭവിച്ചത്. പട്യാലയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. നിതിൻ തുടരുന്നുണ്ട്. നിതിൻ, അതിർത്തിയിലെ ഇപ്പോഴുള്ള സാഹചര്യം, അതിൻ്റെ ക്രമീകരണങ്ങൾ, പോലീസ് ഒരുക്കുന്ന സുരക്ഷ, കർഷകർ ഏറ്റവും ഒടുവിലായെത്തുന്ന തീരുമാനങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നിതിൻ അംബുജൻ. റിജിത്ത്, നിലവിലിപ്പോൾ ശംഭു അതിർത്തിയിലും കനൌരിയിലും സമാധാനപരമായി തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്നത്. നാളെ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങണം എന്നുള്ളൊരു ആലോചനയിലാണ് ഉള്ളത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി കർഷകർ ശംഭു അടക്കമുള്ള അതിർത്തികളിൽ സമാധാനപരമായി സമരം തുടരുന്നു. അപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കർഷകർ ഇങ്ങനെ മരിക്കുന്നതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം കർഷക സംഘടനകളിലുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഡൽഹിയിലേക്ക് സമരം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സംഘർഷങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. നിലവിലിപ്പോൾ കനൌരി അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സേനകളെ അടക്കം വിന്യസിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കനൌരിയിലാണ് ശംഭുവിനേക്കാൾ അതിഭീകരമായ ഒരു സാഹചര്യമുള്ളത്. വാഹനങ്ങളെല്ലാം തന്നെ പോലീസ് അടിച്ചു തകർത്തിരുന്നു. ഇതിലടക്കം സർക്കാരിന്റെ ഭാഗത്ത് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ഹരിയാന പോലീസ് പഞ്ചാബിലേക്ക് കടന്നുവന്ന് അതിനുശേഷം നടത്തിയ അതിക്രമത്തിൽ പോലീസ് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്ന് കർഷക സംഘടനകൾ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഭാവി തീരുമാനം സ്വീകരിക്കുകയുള്ളൂ. ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. കൂടാതെ തിങ്കളാഴ്ച ട്രാക്ടർ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത മാസം 14-ന് രാംലീല മൈതാനത്തേക്കും മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുമെന്ന് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രഖ്യാപനം തന്നെയാണ് കർഷകർ നടത്തുന്നത്. ഞാൻ ഈ നിൽക്കുന്ന ശംഭുവിൽ മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും തന്നെ കഴിഞ്ഞ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ഹരിയാന പോലീസ് കൂടുതൽ സേനകളെ അടക്കം വിന്യസിച്ചപ്പോൾ രംഗത്തുണ്ട്. അതോടൊപ്പം കർഷകർ സംയമനം പാലിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഹരിയാന പോലീസ് നടത്തിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.